ഹായ് വെൽക്കം ബാക്ക് ടു ഷാന സ്പൈസസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈസിയൊരു റെസിപ്പിയാണ്, കസ്റ്റർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാത്തവർ ആരും ഉണ്ടാവില്ല. എന്നാലും ഇപ്പോൾ റമദാൻ മാസമായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി വീഡിയോ. പിന്നെ ചൂടുള്ളപ്പോഴും റമദാനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഫ്രൂട്ട് സാലഡ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, സീസണായിട്ടുള്ള ഫ്രൂട്ട്സ് കസ്റ്റർഡിൽ ഇട്ടിട്ട് എളുപ്പത്തിൽ സെർവ് ചെയ്യുന്ന ഒരു ഡിസേർട്ട് ഐറ്റമാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്, കൂളിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം നമുക്ക് കസ്റ്റർഡ് റെഡിയാക്കണം. ഇവിടെ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കണം, കാരണം ഇത് തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെക്കണം. 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു ചെറിയ ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ ലൈറ്റായിട്ടൊരു മധുരം ആവശ്യമുള്ളൂവെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ചുകൂടി ഒരു നല്ല മധുരം വേണമെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇടാം, അത് താല്പര്യം അനുസരിച്ച്. പിന്നെ 4 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിക്കുന്നുണ്ട്. 3 കപ്പ് പാലാണ് ഈ റെസിപ്പിക്ക് ആകെ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ കട്ടകളൊക്കെ ഉടഞ്ഞ് സ്മൂത്തായിട്ട് കിട്ടുന്നവരെ വന്നിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ 3 കപ്പ് പാലെന്ന് പറഞ്ഞില്ലേ, ഈ എടുത്തിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് ബാക്കിയുള്ള പാൽ ഒരു പാനിലേക്ക് ഒഴിക്കാം. പാൽ തിളപ്പിക്കാൻ പറ്റിയ ഒരു സോസ് പാനിലേക്ക് ഇടാം. ചൂടായി വരട്ടെ. അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ കസ്റ്റർഡ് കലക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പാലിളക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. തിളച്ച് വരുമ്പോൾ ഇത് കലക്കി ഒഴിച്ചു കൊടുക്കണം. പാല് നല്ല ചൂടായി തിളയ്ക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് 2 മിനിറ്റ് വരെ നമുക്കിത് സ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കട്ടി വയ്ക്കും. അതുപോലെ യെല്ലോ കളർ കൂടി വരെയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ഈ പാനിൻ്റെ അടിയിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഹീറ്റ് റെഗുലേറ്റ് ചെയ്യണം. തീ കൂടിയാൽ പാലിൻ്റെ ഒരു ലെയർ ഇങ്ങനെ അടിയിൽ പിടിക്കും. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ പാലിൻ്റെ പാട ബ്രൗൺ കളറിൽ ഈ കസ്റ്റർഡിൽ മുഴുവൻ മിക്സായി വരും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇളക്കിക്കൊണ്ടിരിക്കാം. ഒന്ന് കട്ടി വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം റിഫ്രിജറേറ്റ് ചെയ്യണം. ഒരു 6 മണിക്കൂറൊക്കെ റിഫ്രിജറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വൈകുന്നേരം എടുക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ രാവിലെ ഈ കസ്റ്റർഡ് ഉണ്ടാക്കി വെക്കാം. നല്ല ടൈറ്റായിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലത്തെ ആ മണങ്ങളൊക്കെ കസ്റ്റർഡിന് പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെച്ച് കൂൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കസ്റ്റർഡ് റെഡിയാക്കാൻ സമയത്ത് ഫ്രൂട്ട്സ് റെഡിയാക്കിയാൽ മതി. അപ്പോൾ കസ്റ്റർഡിന് പറ്റിയ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്. കസ്റ്റർഡിന് എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ആപ്പിളും പഴം എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഓറഞ്ച്, കീവി, ഇത് ഗോൾഡൻ കീവിയാണ്, നല്ല മധുരമാണ്. പിന്നെ ഈ ചെറിയ ഓറഞ്ചിനും നല്ല മധുരമാണ്. മധുരമുള്ള ഓറഞ്ച് എടുക്കാൻ നോക്കണം. പിന്നെ സീഡ്ലെസ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മാംഗോ, അത് നല്ലൊരു കോമ്പിനേഷൻ. പിന്നെ എനിക്ക് എപ്പോഴും സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് സാലഡിൽ. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എപ്പോഴും കടയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് സ്ട്രോബെറി കിട്ടിയില്ല. അപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ചെറിയ ഡൈസായിട്ട് ഏകദേശം ഒരേ സൈസിലൊക്കെ ഡൈസ് ചെയ്ത് ചോപ്പ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ മാംഗോ, ആപ്പിളും ഇത്തിരി മധുരമുള്ള ആപ്പിൾ ആയിരിക്കണം. കൂടുതൽ പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കണ്ട. അപ്പോൾ ചിലർ പൈനാപ്പിൾ ചേർക്കും. എനിക്ക് പൈനാപ്പിളിനോട് അത്ര താല്പര്യമില്ല. പൈനാപ്പിൾ, ഓറഞ്ച് ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കസ്റ്റർഡിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഓവർ പവർ ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഓറഞ്ച് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മതി, എന്നാലും കുറച്ചുണ്ടെങ്കിലും നല്ലതാണ്. ഇതാണെങ്കിൽ നല്ല സ്വീറ്റ് ഓറഞ്ചാണ്, സീഡ്ലെസ് ഓറഞ്ചുമാണ്. ഇതിൻ്റെ നാര് കളയണം, എന്നിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത്. അപ്പോൾ ഗ്രേപ്സ്, ഓറഞ്ച്, ആപ്പിൾ ഒക്കെ ചേർത്ത്. പിന്നെ ഈ കീവി, ഇത് ഗോൾഡൻ കീവി ആണ്. ഇതിന് മധുരം കൂടുതലാണ് സാധാരണ ഗ്രീൻ കീവിനേക്കാളും. ഇതും ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്ട്രോബെറി കിട്ടിയില്ല. സ്ട്രോബെറി എൻ്റെ ഇതിൽ ഒരു മസ്റ്റാണ്, പക്ഷേ ഇന്ന് കിട്ടിയില്ല. പിന്നെ ബനാന ഏറ്റവും ലാസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ.
ഇപ്പോൾ ബാക്കിയൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കണമെങ്കിലും ബനാന ലാസ്റ്റ് ചേർക്കണം. കാരണം കളർ മാറും ബനാന ചേർത്താൽ കുറച്ച് നേരം ഇരുന്നാൽ. അപ്പോൾ എനിക്കൊരു റെഡ് കളറിൻ്റെ കുറവ് തോന്നണം. അതുകൊണ്ട് ഞാനിവിടെ ഗ്ലേസ് ചെറീസ് എടുത്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ പീസായിട്ട് മുറിച്ച് കൊടുത്താൽ മതി. ഗ്ലേസ് ചെറീസ് പല ടേസ്റ്റ് ഉള്ളതുണ്ട്. നല്ല ടേസ്റ്റുള്ള ഗ്ലേസ് ചെറീസ് ഇടാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെ ടേസ്റ്റ് മുഴുവൻ ചീത്തയായി പോകും. ഇതൊന്ന് ചെറുതായിട്ട് ടോസ് ചെയ്തിട്ട് ആ നന്നായിട്ട് തണുത്തിരിക്കണ കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കസ്റ്റർഡ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഇത് നല്ലതായിട്ട് തണുക്കണം, നല്ല ചിൽഡായിരിക്കണം. ചെറിയ തണുപ്പ് പോരാ, നല്ലതായിട്ട് തണുക്കണം. അപ്പോഴാ കസ്റ്റർഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ വെനില എസൻസ് ചേർക്കാം. പക്ഷെ ഞാൻ മറന്നുപോയിരുന്നു. അപ്പോൾ 2-3 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ എസൻസ് നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റേജിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഓപ്ഷണലാണ് സബ്ജ സീഡ് അല്ലെങ്കിൽ കസ്കസ് അല്ലെങ്കിൽ ചിയ സീഡ്സ് ആയാലും വെള്ളത്തിൽ കുതിർത്ത് ഇതുപോലെ നമ്മൾ റമദാൻ എപ്പോഴും എടുക്കുന്നതല്ലേ, അതും ഫ്രൂട്ട് സാലഡിൽ കുറച്ച് ചേർത്താൽ ഇഷ്ടമുള്ളവർക്ക് അതും നല്ലതാണ്. ഒരു കൂളിങ്ങുമാണ് അത്. അപ്പോൾ ഏറ്റവും അവസാനം റെഡ് കളറുള്ള ഫ്രൂട്ട്സ് മുകളിൽ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കാരണം കൂടുതലൊരു യെല്ലോ കളറൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. എന്നിട്ട് സെർവ് ചെയ്യാൻ സമയത്ത് 1/2 കപ്പ് കാഷ്യൂ നട്ട്സ്, റോ കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ക്രഷ് ചെയ്യാം. എന്നിട്ട് ഓരോരുത്തരുടെ സെർവിങ് ബൗളിലോ അല്ലെങ്കിൽ ഈ വലിയ ബൗളിൽ നമുക്ക് മുകളിലിട്ട് കൊടുക്കാം. അത് ഏറ്റവും അവസാനം സെർവ് ചെയ്യാൻ നേരത്തെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നല്ലൊരു ബൈറ്റും കിട്ടും, വളരെ നല്ലതാണ്. പിന്നെ ഓരോ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ബൗളിൽ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാണ്. അപ്പോൾ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഫ്രൂട്ട്സ് ഏതാണ് ഇഷ്ടം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് സമയം പോകണ്ടേ, ഇവിടെ ലോക്ക്ഡൗൺ അല്ലേ. അപ്പോൾ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിള്ളേർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.